ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുഡിംഗ് ആകാം, അതും കരിക്ക് കൊണ്ട്. ഇതിനായിട്ട് 2 കരിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് കരിക്കിൻ വെള്ളം, 7 ഗ്രാം ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ അഗർ, 1/2 കപ്പ് സാധാ വെള്ളത്തിൽ ചൈന ഗ്രാസ് കുതിരാൻ വയ്ക്കുക. അടുത്തതായി 1/2 ലിറ്റർ പാൽ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് തിളയ്ക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് ഇളക്കുക. ഈ മിൽക്ക് മെയ്ഡ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ആവശ്യപ്പെട്ടാൽ അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കിയ കരിക്ക് ഇടുക. ഒപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നേരത്തെ മാറ്റിവെച്ച് 1 കപ്പ് കരിക്കിൻ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. അതിനുശേഷം കുതിരാൻ വെച്ച ചൈന ഗ്രാസ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. 1/2 കപ്പ് കരിക്കിൻ വെള്ളം കൂടി ഒഴിക്കുക. കരിക്കിൻ വെള്ളമില്ലെങ്കിൽ സാധാ വെള്ളമാണെങ്കിലും ചേർക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കരിക്കിൻ വെള്ളം ഒഴിക്കുമ്പോഴാണ്. ചൈന ഗ്രാസ് അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൈന ഗ്രാസ് അലിഞ്ഞതിന് ശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം അടിച്ചു വെച്ച കരിക്ക് ഇളം ചൂടുള്ള പാലിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടുത്തതായി ചൈന ഗ്രാസ് ചൂടോടുകൂടി പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. പുഡിംഗ് സെറ്റാകാനുള്ള പാത്രത്തിലേക്ക് ചെറുതാക്കി അരിഞ്ഞ കരിക്കിൻ കഷ്ണങ്ങൾ നിരത്തിയിടുക. അപ്പോൾ ഭംഗിയും ആകും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കരിക്ക് മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ചെറുതായി സെറ്റായതിനു ശേഷം കരിക്ക് കൊണ്ട് ഗാർണിഷ് ചെയ്യുക. ചൂടാറിയതിനു ശേഷം ഒരു പാത്രം കൊണ്ടോ ഇതുപോലെ ക്ലിൻ ഫിലിം കൊണ്ടോ മൂടുക. ഇനി ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ വയ്ക്കുക.
ചൂടായതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വായിലിട്ടാൽ അലിഞ്ഞു പോകും, തീരുന്നതേ അറിയില്ല. സോഫ്റ്റായ കരിക്ക് പുഡിംഗ് റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.